മണി 4 ഞാൻ ഉറങ്ങട്ടെ. അങ്ങനെയല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. എഴുത്ത് ഞാൻ തപാലിലിട്ടില്ല. 8:46 ഇന്ന് ഒരു പൊന്മോതിരം തന്നു സന്ധ്യയ്ക്ക്. സൗമിനിയും ഉണ്ടായിരുന്നു. സൗമിനി അറിഞ്ഞില്ല. ചന്ദ്രകല പടിഞ്ഞാറ് രണ്ടുപേർക്കും പശ്ചാത്തലമായി. സ്നേഹസാന്ദ്രമായ ഒരു കടലാസിൽ പൊതിഞ്ഞാണ് തന്നത്. ഞാൻ പുതിയ മുറിയിൽ വന്ന് ഇട്ടു. ആദ്യമായി ഇടുന്ന ഒരു പൊന്മോതിരം. എനിക്ക് കരച്ചിൽ വന്നു. കണ്ണീരിൽ ഞാൻ മോതിരം മുക്കി. 10:46 ഇന്ന് എഴുത്ത് പകർത്തി. KSന്റെ വീട്ടിൽ പോയി KSും മിസ്സിസും മോതിരം കണ്ടു. കല്യാണ മോതിരം, അവർ പറഞ്ഞു. ദേവിക്ക് ഒരു എഴുത്ത് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. എഴുതിയില്ല. എന്തെഴുതാനാണ്? വേദനിപ്പിക്കാനാണോ ശാസിക്കാനാണോ? എനിക്ക് കഴിയില്ല. സന്ധ്യയ്ക്ക് 7 മണിക്ക് എന്നെപ്പറ്റി കഠിനമായി ചിന്തിക്കുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ എഴുത്തും ഒരു പുസ്തകവുമായി ചെന്നു. ദേവി ക്ഷേത്രത്തിലേക്ക് വരുന്നു. പുസ്തകത്തിൽ എഴുത്തും വെച്ചു കൊടുത്തു. ചേട്ടനുള്ള എഴുത്തുണ്ട്, അയച്ചേക്കൂ. അയ്യോ, അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് എങ്ങനെ? ഓ, സാരമില്ല, ഞാൻ പോന്നു. 15:46 ഇന്ന് പകൽ 10 മണിക്ക് ഞാൻ ഗ്രാമഫോൺ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സരസ്വതി ദേവി കയറി വന്നു. കൂടെ ഒരു ചുമട്ടുകാരനും. ഒരു വലിയ ഡബിൾ ബെഡ്ഷീറ്റ്, 4 തലയിണകൾ, 2 കുഷൻ, വില കൂടിയ 2 കാശ്മീർ ഷാളുകൾ, ഇത്രയുമായിട്ടാണ് ദേവി വന്നത്. എൻ്റെ പഴയ ബെഡും തലയിണയും മറ്റും ചുമട്ടുകാരനും കൊടുത്തു. അവനെ പറഞ്ഞയച്ചിട്ട് വലിയ ജമുക്കാളം വിരിച്ച് അതിൽ ബെഡിട്ടു. ബെഡ്ഷീറ്റ് ഇട്ട് അതിൽ തലയിണയൊക്കെ വെച്ചിട്ട് ദേവി കണ്ണട താഴ്ത്തി വെച്ചിട്ട് എന്നെ ബെഡിൽ പിടിച്ച് കിടത്തി. ദേവിയുടെ കണ്ണുകളെ ചുംബിച്ച ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ചു. കുറേ നേരം കിടന്നു. അതിനുശേഷം ഗ്രാമഫോൺ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പോയി 2 മസാലദോശയും 4 ഉഴുന്നുവടയും 2 ചായയും കൊണ്ടുവന്നു. ഞങ്ങളത് കഴിച്ചു. ശോഭനമായ ഭാവിയെപ്പറ്റിയുള്ള വർത്തമാനങ്ങളിൽ മുഴുകി ഞങ്ങൾ കുറേ സമയം ഇരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞു. ദേവി പോയി. എല്ലാം മംഗളകരമായി ഭവിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ എല്ലാം മംഗളമായി ഭവിച്ചില്ല. ബോംബ് പെട്ടി. പെട്ടെന്നാണ് എല്ലാ വിവരവും എല്ലാവരും അറിഞ്ഞു. ദേവിയുടെ അമ്മ മരിക്കാൻ ശ്രമിച്ചു. റെയിൽ പാളത്തിൽ തലവെച്ച് കിടന്നു. അച്ഛൻ വിറച്ച് കട്ടിലിൽ നിന്ന് താഴെ വീണു. ദേവിയുടെ അനുജനും സൗമിനിയും ഓടിച്ചെന്ന് അമ്മയെ വലിച്ചഴിച്ച് കൊണ്ടുവന്നു. അച്ഛൻ ദേവിയുടെ കല്യാണം നിശ്ചയിച്ചു. പന്തലിട്ട് കഴിഞ്ഞു. ഇത്രയും വിവരങ്ങളാണ് വിളറി ക്ഷീണിച്ച വിവശയായ ദേവി എൻ്റെ മുറിയിൽ വന്ന് എന്നോട് പറഞ്ഞത്. ദേവിയുടെ കയ്യിൽ ഒരു കടലാസ് പൊതിയിൽ കുറേയേറെ സ്വർണ്ണ ആഭരണങ്ങളുണ്ടായിരുന്നു. അത് എൻ്റെ പാദങ്ങൾക്കടുത്ത് വെച്ചു. അടുത്തത്? ദേവി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ. ദേവി എൻ്റെ കിടക്കയിൽ മലർന്നു കിടന്ന് കണ്ണുനീർ ഒഴുക്കുകയാണ്. ഞാൻ ആലോചിച്ചു, കഠിനമായി ആലോചിച്ചു. ബാങ്കിൽ പണമില്ല. ഒരു മുസൽമാനെ കല്യാണം കഴിക്കുന്ന അപമാനത്തിൽ നിന്ന് വലിയ യാഥാസ്ഥിതികരായ ആ കുടുംബത്തെ എങ്ങനെ രക്ഷിക്കും? ഞാൻ എണീറ്റ് ചെന്നു. ദേവി പതിവ് പോലെ കണ്ണട എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ തോർത്തുകൊണ്ട് ദേവിയുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. എന്നിട്ട് കണ്ണുകളിലും ചുണ്ടുകളിലും ചുംബിച്ചു. ഞാൻ പറഞ്ഞു, ദേവി, അപമാന ഭാരത്താൽ അച്ഛനും അമ്മയും ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കും. അവർ പടുവൃദ്ധരാണ്. മാനക്ഷയം സഹിക്കാൻ അവർക്ക് സാധ്യമല്ല. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ ആത്മഹത്യ ഒട്ടാകെ കടുനിഴലായിരിക്കും. എൻ്റെ മനസ്സിൽ അപാരമായ ദുഃഖമുണ്ട്. എങ്കിലും ദേവി, എൻ്റെ വിഷാദമോഹനമായ മധുരകാവ്യം അച്ഛൻ്റെയും അമ്മയുടെയും മറ്റും ഹിതത്തിന് വിധേയയാവുക. ധീരതയോടെ. അപമാനം ഞാൻ സഹിച്ചോളാം. ദേവി, ഈ സ്വർണ്ണപ്പൊതിയുമായി അച്ഛൻ്റെയും അമ്മയുടെയും മറ്റും അടുത്തേക്ക് തന്നെ പോകൂ. കരുണാമയനായ ദൈവം ദേവിയെയും എന്നെയും കാത്തുരക്ഷിക്കട്ടെ. ദേവി പോയി. ഞാൻ തനിച്ചായി. ഞാൻ 2 സ്വപ്നം കണ്ടു. ദേവിയുടെ അമ്മയുടെ മുഖഛായയുള്ള സ്ത്രീയുടെ ആത്മഹത്യ. അവരുടെ ശിരസ് വേറെ, ശരീരം വേറെ. രണ്ടാമത്തെ സ്വപ്നം, ഞാൻ വളരെ സൗന്ദര്യമുള്ള ഒരു യുവാവായി മാറിയിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വെളുപ്പിന് വെളുത്ത പട്ടുവസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നു എന്ന മട്ടിൽ ദേവി എൻ്റെ മുറിയിൽ വന്നു. കയ്യിൽ ഒരു കടലാസ് പൊതിയിൽ 10-12 പൊൻ മോതിരങ്ങളുണ്ടായിരുന്നു. വന്ന പാടെ പതിവ് പോലെ ദേവി കണ്ണട എടുത്ത് ജനൽപ്പടിയിൽ വെച്ചു. ഞാൻ പറഞ്ഞു, ദേവി, എനിക്ക് മോതിരങ്ങൾ വേണ്ട. ദേവി പറഞ്ഞു, എൻ്റെ തൃപ്തിക്ക് വേണ്ടി 2 എടുക്കൂ. ഞാൻ 2 എടുത്തു. ഞാൻ പറഞ്ഞു, ഭർത്താവിനോട് നമ്മുടെ സ്നേഹത്തെപ്പറ്റി പറയണം. ദേവി പറഞ്ഞില്ലെങ്കിൽ വേറെ ആളുകൾ പറയും. ഞാൻ ദേവിയെ അനുഗ്രഹിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും തന്ന് കരുണാമയനായ ദൈവം ദേവിയെ അനുഗ്രഹിക്കട്ടെ. ഞാൻ കണ്ണടയെടുത്ത് അതിൻ്റെ 2 ചില്ലുകളിലും ചുംബിച്ചു. എന്നിട്ട് അത് ദേവിയുടെ മുഖത്ത് വെച്ച് കൊടുത്തു. ദേവി, സുഖമായി പോകൂ. ദേവി കുനിഞ്ഞ് എൻ്റെ 2 പാദങ്ങളിലും ചുംബിച്ചു. ഞാൻ ദേവിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മംഗളം. ദൈവാനുഗ്രഹത്തോടെ സരസ്വതി ദേവി ദീർഘസുമംഗലീ ഭവ.